പാതി മിഠായി എടുത്തു വാങ്ങിച്ചു. അമ്മയുടെ എന്റർടൈൻമെന്റ്സ് എന്തെങ്കിലും പറയണ്ട. എന്താ പറ ഇവിടെ നോക്കുമ്പോ ഇപ്പൊ നോക്ക് എന്താ ചിരി. ഇത്ര നേരം ചിരിയൊന്നും ഉണ്ടായില്ല. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇത് ഞാൻ കാറിലാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അയ്യോ എനിക്ക് ഭയങ്കര മടിയാവണു അച്ഛന്റെ അവിടെ മുന്നേ വെച്ച് വ്ളോഗ് ചെയ്യോ. അപ്പൊ ആണോ? പക്ഷെ ഞാൻ നിങ്ങളുടെ മുന്നേ വെച്ച് വ്ളോഗ് എടുത്തിട്ടില്ലല്ലോ. അപ്പൊ പറഞ്ഞു വന്നത്, ഇന്ന് നമ്മളൊരു ചെറിയ ഔട്ടിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ടിങ് വിത്ത് ഡാഡി ആൻഡ് മമ്മി ആൻഡ് ഓൾസോ ജിത്തു. അപ്പോ ഇന്ന് ജസ്റ്റ് വേറെ പരിപാടിയൊന്നുമില്ല. നമുക്ക് ഇന്ന് ഇങ്ങനെ പുറത്തൊക്കെ പോയി ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാമെന്ന് ഓർത്തു. വീട്ടിൽ വന്ന് ഇപ്പൊ ഒരാഴ്ചയോളമായി ആയിട്ടിങ്ങനെ വീട്ടില് വന്നപ്പോ തൊട്ട് ചാടി അമ്മ അടിയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളടുത്ത് സത്യത്തിൽ വിളിച്ചു പറയുമ്പോ അമ്മ വിഷമിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ അടിയൊക്കെ മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഓർത്ത് പുറത്തൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാമെന്ന്. എന്താ ന്യൂസിലാൻഡിൽ ഉണ്ടായിരുന്നപ്പോ ഞങ്ങള് ഫോൺ വിളിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് സംസാരിക്കും. ഭയങ്കര സ്നേഹമായിരുന്നു. ഇവിടെ എത്തിയപ്പോ നേരിട്ട് കണ്ടപ്പോ ഞങ്ങക്ക് ഫുൾ അടിയാണ്. എന്തേലൊക്കെ ഒരു ഇഷ്യൂ വരും, ചുമ്മാ ഓരോ അഭിപ്രായ വ്യത്യാസങ്ങൾ. അല്ല അമ്മ എന്താന്ന് അറിയില്ല, എനിക്ക് അമ്മയ്ക്ക് അടിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അല്ലമ്മ എന്തായാലും പറയണ്ടോ? ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദരിയായിട്ട് എന്താ അത്? ആരാ അമ്മ ആരാ മോള് മനസ്സിലാവില്ലല്ലോ ഇപ്പൊ. ആരാണേ മോള്? ആണോ? അച്ഛൻ പ്രിപ്പയർ ആയിരിക്കാണ് വ്ളോഗിൽ എങ്ങനെയാ വരണ്ടേ, എന്താ കാണിക്കണ്ടേന്നൊക്കെ. അപ്പൊ ഇന്ന് നല്ല മഴയുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് രാവിലെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് രാവിലെ മുതൽ വീട്ടില് കറണ്ട് കട്ട് ഉണ്ടായിരുന്നു. അപ്പോ എന്തോ ഇലക്ട്രിസിറ്റിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്, ഐ മീൻ മറ്റേ ബ്രാഞ്ചസ് മുറിക്കുക പരിപാടിയൊക്കെ ആയിരുന്നു രാവിലെ. നമ്മുടെ ഡ്രൈവർ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. അപ്പോ ഈ ഡ്രൈവർ എന്തിനാ എന്നെ നോക്കിയിരിക്കണേ? അല്ല ആ ലോറിയുടെ ഡ്രൈവർ ആരത്? അപ്പൊ ഇന്ന് തൃശ്ശൂർ പോവുക. പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി കയറി കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു ശരി ഇതൊരു മെമ്മറബിൾ ഡേ അല്ലേ, നാട്ടിൽ വന്നിട്ട് അച്ഛനും അമ്മയൊക്കെ ആയിട്ട് കറങ്ങാൻ പോകുന്നത്. അടിയൊക്കെ തീർക്കാൻ പോവാണ്. അതെ, അടിയൊക്കെ തീർക്കാം. അടി അങ്ങനെ അടിയല്ല. ഞാൻ വെറുതെ എന്തേലുമൊക്കെ കാരണം പറഞ്ഞപ്പോ ഞാൻ അമ്മ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കും. അതാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ഞാൻ ഇടയ്ക്ക് പറയൂ ഞാൻ തിരിച്ച് ന്യൂസിലാൻഡിൽ പോകുന്നു, പിന്നെ പറയും കണ്ണൂര് പോകുന്നു. അതെ, കണ്ണൂർക്ക് പോകാനും പറ്റാത്ത അവസ്ഥ. ഇപ്പൊ അവിടെ അച്ഛനും അമ്മയും വയ്യാണ്ടിരിക്കുകയാണ്, അവർക്ക് പനി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ വരണ്ട, പനിയൊക്കെ മാറിയിട്ട് വന്നാൽ മതി. അപ്പൊ ഇപ്പൊ അതും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പൊ അടുത്ത എനിക്ക് കണ്ണൂർക്ക് പോകുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുമായിരുന്നു. ഇപ്പൊ അതും അപ്പൊ ഇപ്പൊ അതും നടക്കണില്ല. ന്യൂസിലാൻഡിലേക്ക് പോകാന്ന് പറയാനും നടക്കണില്ല. അപ്പൊ ശരി എന്നാ പുറത്തു പോയി കറങ്ങിയിട്ട് വരാം. എനിക്കാണെങ്കിൽ നല്ല ചൂട് എടുക്കുന്നുണ്ട്. മുടിയൊക്കെ ഞാൻ അയൺ ചെയ്തിട്ടതായിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ അത് കെട്ടി വെച്ചു. അതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. എന്തിനാ അയൺ ചെയ്ത്? എന്താന്ന് കെട്ടി വെക്കാനാണെങ്കിൽ എന്തിനാ അയൺ ചെയ്ത്? അപ്പൊ അതൊക്കെയാണ് പ്രശ്നം. എനിക്ക് ചുമ ഉണ്ട്, ഈ ചുമ മാറണില്ല. ചുമച്ച് കഴിഞ്ഞാൽ അമ്മ എന്നെ നോക്കിയിട്ട് എന്തിനാ ചുമക്കണേ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ ചൂടെടുത്തിട്ടല്ലേ. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി അമ്മയ്ക്ക് കുറച്ച് ഷോപ്പിങ്ങിന് കൊണ്ടുപോകാൻ ഓർത്തു. അപ്പൊ ഞങ്ങളിത് ഒട്ടുപാറ എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടുന്ന് ഒരു 30 minutes ഉണ്ട് തൃശ്ശൂർക്ക്. അപ്പൊ ഇന്നത്തെ ചെറിയ നമ്മുടെ ഫാമിലി ഷോപ്പിംഗ് ആൻഡ് ഫാമിലി ഔട്ടിംഗ് ഡേ ഞാനൊന്ന് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ടൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കാന്ന് ഓർത്തു. അപ്പൊ എനിക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ അതൊക്കെ കാണാമല്ലോ, എന്നിട്ട് കണ്ട് രസിക്കാമല്ലോ. അല്ലമ്മ പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു അടിസീൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തേലും ഒരു ചെറിയ കാരണം മതി അടി ഉണ്ടാവാൻ. പിന്നെ അച്ഛൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതാ. പിന്നെ അച്ഛൻ വന്നു അല്ല അച്ഛൻ? അച്ഛൻ ചിരിച്ചോണ്ടിരിക്കുള്ളൂ. പിന്നെ നമ്മുടെ സ്പൽബർഗ് കൂടെ ഉണ്ട്. സ്പൽബർഗ് ഇസ് ഡ്രൈവിംഗ്. ഞാൻ സ്പൽബർഗ്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നില്ല. എന്തായാലും എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എന്റെ ഇപ്പോഴത്തെ എന്റെ ചുമയുടെ മരുന്ന്. ഇപ്പൊ കുരുമുളക് കഴിച്ചു നടക്കണാണ് പണി. അമ്മ കുരുമുളകും കൊണ്ട് നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അമ്മയുടെ ഇത്. അമ്മ വിചാരിച്ചോണ്ട് അല്ല, അമ്മ ഓർത്ത് കുരുമുളക് എടുത്തു പോകണമെന്നോ ഇല്ലെങ്കിൽ ഇതാരും ചിന്തിച്ചു കൊണ്ടില്ല. പണ്ടത്തെ അടുത്തൊരു ഹോട്ടലാണ് മദ്രാസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇപ്പൊ പുതുക്കി ഭയങ്കര പഴയൊരു ഇതായിരുന്നു. ഓട്ടുപാറ എടുക്കാഞ്ചേരിക്ക് അങ്ങ് മാറിപ്പോയി. ഫുള്ള് എന്താ പറയാ പുതിയ കടകൾ. ഏത് ഹോട്ടല്?
അതെവിടെയാ? വിഷാരടിയോ? ഇവിടെ വിഷാരടി ഒക്കെ ഉണ്ടോ? പ്രാഗ് ഫാഷൻ ഇതൊക്കെ ഏതാ കട? ആണോ? ഇന്നലെ മറ്റേ അതോ അവിടേക്കോ? ഞാൻ കണ്ടില്ലല്ലോ. എല്ലാം പുതുക്കി, എല്ലാം പുതിയ പുതിയ കൊറേ കടകൾ വന്നിട്ടുണ്ട്. വെരി ബിഗ് സിറ്റി ഇപ്പൊ വടക്കാഞ്ചേരി. എല്ലാം ഉണ്ട്. തൃശ്ശൂർ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. എല്ലാം വടക്ക്. പണ്ട് നമ്മൾ എന്തിനും തൃശ്ശൂർ പോകും ഷോപ്പിങ്ങിന്. മതി മിഠായി എടുത്തു വാങ്ങിച്ചു. അമ്മയുടെ എന്റർടൈൻമെന്റ്സ് ഇതൊക്കെയാണ്. മിഠായി ഇരുന്നതിന്റെ അച്ഛതെ കൈ കാണിക്കുന്നുണ്ട്. എല്ലാ കടകളും ഉണ്ട് ഇപ്പൊ വടക്കാഞ്ചേരി, തൃശ്ശൂർ. അല്ല, വടക്കാഞ്ചേരി ഒട്ടുപാറ. പക്ഷെ ചുമ്മാ കുറച്ചൊരു യാത്രയൊക്കെ ചെയ്തു പോകാൻ തൃശ്ശൂരും ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. തൃശ്ശൂരിലും കുറെ പുതിയ കടകൾ, എന്തോരം റെസ്റ്റോറൻറ്റ്സ്. ആ ഈസ്റ്റ് ഫോർട്ട് പോകുന്ന റോഡ് ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഒരു റെസ്റ്റോറന്റ് ഹബ് ഇങ്ങനെ കുറച്ച് അങ്ങനത്തെ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെയാണെന്ന് കാണാം. ഇവിടെ ഇവരുടെ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് തീരുന്നില്ലല്ലോ. അല്ലാണ്ട് ഇതൊക്കെ ഒരു 10 പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ അതിന്റെ ഇത് പോകും. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? അല്ല, ഞാൻ വില കുറഞ്ഞെടുക്കുന്നതിന്റെ എല്ലാം ഞാൻ പറയുന്നത്. എന്തേലും പറയണ്ടോ അമ്മയ്ക്ക്? അച്ഛന്റെ ദീനരോധനം അല്ലാണ്ട് എന്താ പറയുക. നമ്മളത് കല്യാൺ സാരീസിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ ആടി സെയിലൊക്കെ നടക്കുന്നുണ്ട്. അമ്മയ്ക്ക് കുറച്ച് കുർത്തി പാൻസ് എടുക്കണം. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് അമ്മ പൊതുവെ അങ്ങനത്തെ ടോപ്പും പാൻറ്റും പോലത്തെ ഡ്രസ്സ് എടുക്കാറ്. അപ്പോൾ ആദ്യം അമ്മയുടെ ഷോപ്പിംഗ്. അമ്മ അത് ഇങ്ങനെ ഇട്ടേക്കുന്ന ഡ്രസ്സാണ് അമ്മയ്ക്ക് വേണ്ടത്. ഇതുപോലത്തെ കുർത്തി ആൻഡ് ടോപ്പ്. കുറച്ച് ദിവസമായില്ല ആടി സെയിൽ തുടങ്ങിയിട്ട്. എത്ര പേരുടെ അമ്മമാരിങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മ ഭയങ്കര മടിച്ചിയാണ് ഈ കാര്യങ്ങൾക്കൊക്കെ. ഷോപ്പിംഗ് പോവുക, അതുപോലെ ഫുഡ് കഴിക്കാൻ പോവുക, പുറത്തൊക്കെ പോയി കറങ്ങി നടക്കുക, ഇതൊക്കെ ഭയങ്കര മടിയാണ് എൻ്റെ അമ്മയ്ക്ക്. ഇത് തന്നെ ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷെ അമ്മയ്ക്ക് പെട്ടെന്ന് നോക്കി പെട്ടെന്ന് എടുത്തു പോകണം. ഇങ്ങനെ ക്ഷമയോടെ നോക്കി എടുക്കാനുള്ളൊരു ആ ഒരു മനസ്സൊന്നും അമ്മയ്ക്കില്ല. പക്ഷെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ചെറുപ്പത്തിലൊക്കെ അമ്മ പണ്ട് ഭയങ്കരമായിട്ട് ഫാഷൻ ഗേൾ ആയിരുന്നു. അമ്മ ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്ത് നടക്കുമായിരുന്നു എന്നൊക്കെ. ഇപ്പോഴും അമ്മ അങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുക. അടിപൊളിയായിട്ടാണ് അമ്മ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് നടക്കുക. പക്ഷെ അമ്മയ്ക്ക് ഷോപ്പിംഗ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. എന്നാൽ ഞാൻ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു എൻ്റെ അച്ഛൻ ഭയങ്കര ഷോപ്പഹോളിക്കാണ്. ആ ഒരു സ്വഭാവം എനിക്ക് നന്നായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് സീറ്റ് കിട്ടിയോടെ. എന്റെ പാൻറ് നമ്മളിപ്പോ അമ്മയ്ക്ക് എന്താ എവിടെ ഞങ്ങളിതേ അമ്മയ്ക്കുള്ള ഡ്രസ്സ് എടുത്ത് ഇറങ്ങി, കല്യാണം എന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയാ പോണ്ടേ നോക്കാം. അതിൻ്റെ ഇടയിൽ ഞാനിന്ന് പീരീഡ്സ് ആയി തോന്നുന്നു. അപ്പൊ നമുക്ക് പോയിട്ട് ആദ്യം പാഡ് വാങ്ങാം. അവൻ ഞെട്ടിത്തരിച്ചിരിക്കും. എല്ലാവർക്കും കാണുന്ന കാര്യല്ലേ. മുകളിലുള്ളതാണോ ഓലൻ? ഇവിടെ കൊറേ ഉണ്ട്. വെജ് മീൽസ് ആണ് ഓർഡർ ചെയ്ത്. അച്ഛൻ്റെ സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ. വെജ് മീൽസ്, 4 വെജ് മീൽസ്, പിന്നെ ഒരു കൂന്തൽ ഫ്രൈ, ചില്ലി ചിക്കൻ, പിന്നെ ഇതെന്തായിരുന്നു മാങ്ങിയിട്ട മീൻകറി. നെയ് മീൻകറി ചട്ടിയിൽ കൊണ്ടു വെച്ചിട്ട് കഴിച്ച എന്തിനെന്താ പായസം തോന്നുന്നത്. പായസം ഉണ്ട്, ഒരു കറിയുണ്ട്, പിന്നെ ഇങ്ങനെ കുറച്ച് ഉപ്പേരികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു രസവും പിന്നെ അതേ മോര് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കൊള്ളാം, നൈസ്.
ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഞങ്ങൾ ഫെസിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫെസിയോയിൽ ഞാൻ ആദ്യമായിട്ട് ഈ കട കാണുന്നത്. ഇവിടെ എനിക്കറിയില്ല എന്താണുള്ളത്, നോക്കി നോക്കാം. ഇതിൻ്റെ അടുത്ത് തന്നെ വെസ്റ്റ് സൈഡും ഉണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോകാമെന്ന് ഓർത്തപ്പോൾ. ഫെസിയോ ഞാൻ കേട്ടിട്ടുണ്ട്. ഫെസിയോ ആരുടെയാടാ? കല്യാൺ സിൽക്സിൻ്റെ തോന്നുന്നു ഇത്. നോക്കി നോക്കാം, നല്ല റേറ്റ് കുറവിനൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഫെസിയോന്ന് ഇറങ്ങി. കുഴപ്പമില്ല, വലിയ കളക്ഷൻസ് ഇല്ല, ഭയങ്കര റേറ്റ് കുറവിന് ഉള്ള അങ്ങനത്തെ ഒരു 699 to 999 റേഞ്ചിൽ വരുന്നൊരു ഷോപ്പാണ്. കുഴപ്പമില്ല എന്ന് മാത്രം. അപ്പോൾ ഞങ്ങളൊന്ന് വെസ്റ്റ് സൈഡും കൂടി നോക്കാമെന്ന് ഓർത്തു. അപ്പം നമ്മളിത് വെസ്റ്റ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, കുടുംബസമേതം ഷോപ്പിംഗ്. എന്താവോ എന്തോ. കുരുമുളക് അടുത്ത സെറ്റ് ഓഫ് കുരുമുളക്. എനിക്കും കുരുമുളക് കഴിക്കുമ്പോഴേ കുറവുള്ളൂ. അപ്പൊ ഞാൻ ഇതിനായിട്ട് ഇരിക്കുന്നു കുരുമുളക് കൊടുക്കാൻ. ആ കുപ്പിയാ ചേട്ടാ? ഇവിടെ എങ്ങനെയായിരുന്നു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? അച്ഛന് ബോറടിച്ചു. അച്ഛനെങ്ങനെയുണ്ടായിരുന്നു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? ബോറടിച്ചിട്ടായിരുന്നു. ഇപ്പൊ പോവാന്ന് പറഞ്ഞോണ്ട് നിൽക്കുമായിരുന്നു അല്ലേ? പക്ഷെ എന്താ പറയാ, നിങ്ങൾക്ക് ഡ്രസ് എടുക്കുമ്പോ നമുക്ക് പറ്റിയ ഡ്രസ് ഒന്നും കിട്ടിയില്ല. വെസ്റ്റ് സൈഡിൽ പോയിട്ട് അച്ഛന് ഇഷ്ടപ്പെടണൊന്നും കാണുന്നില്ല, അതാണ് അച്ഛന്റെ വിഷമം. ഇവിടെ ഒരു ബാറ്റ വരുന്നുണ്ടല്ലോ. ബാറ്റ് ഇവിടെ കണ്ടിരുന്നാ പറ്റില്ല. എന്താ ബാറ്റ ഉണ്ടോ അവിടെ? നല്ല ചെരുപ്പിട്ട് എന്താ അമ്മക്ക് കാലിന് വല്ല പ്രശ്നമുണ്ടോ? നല്ല ചെരുപ്പല്ലേ എനിക്ക് പറ്റുന്ന ചെരുപ്പ്. അപ്പൊ സമയം ഒരു 4:30-5 മണി ആയിട്ടുണ്ട് അല്ല അച്ഛൻ? എത്ര മണിയായി? 4:45. അപ്പൊ അച്ഛന് ചായ കുടിക്കണം. അപ്പൊ ഞങ്ങൾ ഓർത്തു ബിനിയിൽ പോയിട്ട്. അതെ ബിനിയിൽ ഞാനും കുറെ പുതുക്കിയിട്ട് ഞാൻ പോയിട്ടില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറെ ഫുഡ് കോർട്ട് പോലെ കുറെ കടകളുണ്ട് എന്ന് കേട്ടിരുന്നു. അപ്പൊ അതൊന്ന് പോയി നോക്കട്ടെ എന്താ സംഭവം. തൃശ്ശൂരുള്ളവർക്ക് അറിയാം ബിനി എവിടെയാന്നൊക്കെ. അപ്പൊ പോയി നോക്കാം. അങ്ങനെ ഇതുപോലെ കുറെ ഷോപ്സ് ഉണ്ട് ഫുഡിന്റെ എന്തൊക്കെയോ ആയിട്ട്. കട ഏതാ നോക്കട്ടെ. പറഞ്ഞ പോലെ ബിന്നി പുതുക്കിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബിന്നി പോകുന്നത്. അപ്പം ഞാൻ ഒന്ന് കണ്ട് ഞെട്ടിപ്പോയി. ആക്ച്വലി ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. കുറേ ഫുഡ് സ്റ്റോൾസും അതുപോലെ ഒരു ഫുഡ് കോർട്ട് സെറ്റപ്പിൽ അവരെല്ലാം സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ആംബിയൻസും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ സുലൈമാനി എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഈ ചായയും കാപ്പിയൊക്കെ വാങ്ങി. അപ്പം കുറച്ച് അതിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ചായയും അതുപോലെ സ്നാക്സൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡിസൈനറായിട്ട് പോകണമെന്നൊക്കെ എന്തായിട്ട് ആ നമ്മൾ കിച്ചൻ്റെ ഇത് കണ്ടില്ലേ, അതിൽ ഡിസൈനറായിട്ട് പോകാൻ പറ്റുന്ന. ചായയൊക്കെ കുടിച്ച് ഇറങ്ങി തൃശ്ശൂർ റൗണ്ടിൽ കൂടെ ഒന്ന് നടക്കാമെന്ന് ഓർത്ത്. അച്ഛനമ്മയും ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ റൗണ്ടിൽ കൂടെ. തൃശ്ശൂരൊന്നും പണ്ടത്തെ തൃശ്ശൂരേ അല്ല അല്ലേ ജിത്തു? എന്താ അതൊക്കെ പുതിയതാക്കിയില്ലേ? ഇതൊക്കെ ഭയങ്കര പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുമായിരുന്നു. അതൊക്കെ പുതിയതാക്കി. അതൊക്കെ ഇപ്പം അടുത്താക്കിയതാ. മൊത്തം ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. എനിക്കൊരു ചെരുപ്പ് നോക്കണം. അപ്പം ഞങ്ങൾ നടന്നത് ബാറ്റയുടെ കല്യാൺ 99 ഉണ്ടല്ലോ ഇവിടെ. അത് കയറി വയ്ക്കാമല്ലോ. 399 ഓർ ലെസ്. കുറച്ച് ടോപ്സ് എടുക്കാം അവിടെ ജീൻസിനൊക്കെ പറ്റിയ പോലത്തെ. ആദ്യം നമുക്ക് ബാറ്റ് കയറിയിട്ട് ചെരുപ്പ് നോക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഇഷ്ടമായില്ല എന്നാ പോവാം. ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ എന്നിട്ട് എന്തിനാ? ആ കറുപ്പ് നല്ല രസമുണ്ട്, പക്ഷെ അമ്മയ്ക്ക് അത് അമ്മ ഇടില്ല. അങ്ങനത്തെ പിടുത്തമില്ല പറഞ്ഞിട്ട് അമ്മ ഇടില്ല. അമ്മയ്ക്ക് ഇങ്ങനെ ഇവിടെ പിടുത്തം വേണം എൻ്റെ നടുക്ക്. പക്ഷെ നല്ല രസമുണ്ട്. ഇട്ട് വെക്കുന്നോ? സൈസ് ചോദിച്ചു നോക്കേ. നല്ല ഭംഗിയുണ്ട്. പിടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കഷ്ടമാണ്. ഓരോ ശീലങ്ങളാണ്, അതൊന്നും മാറില്ല അല്ലമ്മ.
തിരിഞ്ഞ് കണ്ണൂരിട്ട് പേടിപ്പിക്കണം. അങ്ങനെ അതേ നമ്മൾ അതിഭീകരമായ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി മഴ, ഫുള്ള് നനഞ്ഞു വണ്ടി കയറുന്നതിൻ്റെ ഇടയിൽ കൂടെ. ഞങ്ങളിത് അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇന്നത് നല്ലൊരു ദിവസമായിരുന്നു. ഇരുട്ടായി. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് ഇനി റെസ്റ്റ് ചെയ്യുക, അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം ഇത് മഴയൊക്കെ കൊണ്ട് ഇനി വീട്ടിൽ പോകാൻ പതുക്കെ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയി എടുത്തു തുടങ്ങിയൊരു വീഡിയോ ആയിരുന്നു. പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നി. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.